കമൽഹാസൻ നായകനായി വന്ന പുതിയ ചിത്രമാണ് തഗ് ലൈഫ്. 37 വർഷങ്ങൾക്കു ശേഷം കമൽ ഹാസനും മണിരത്നവും ഒന്നിക്കുന്ന ചിത്രമാണ് തഗ് ലൈഫ്. UA സർട്ടിഫിക്കറ്റ് നേടിയ കമൽഹാസൻ ചിത്രത്തിന് 165 മിനിറ്റാണ് ആകെ ദൈർഘ്യം. സിലംബരശൻ, ജോജു ജോർജ്, തൃഷ, അഭിരാമി, ഐശ്വര്യ ലക്ഷ്മി, നാസർ, അശോക് സെൽവന്, അലി ഫസല്, പങ്കജ് ത്രിപാഠി, ജിഷു സെൻഗുപ്ത, സാനിയ മൽഹോത്ര, രോഹിത് ഷഫ്, വയ്യാപുരി തുടങ്ങിയവര് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ചിത്രത്തിൽ കമൽഹാസന്റെ പ്രകടനം ഏറ്റവും മികച്ചതായിരുന്നു. അതുപോലെ തന്നെ ചിമ്പുവും തൃഷയും മികച്ചു നിൽക്കുന്നു. രാജ് കമൽ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച് തിയേറ്ററിൽ ബ്ലോക്ക്ബസ്റ്റർ വിജയം നേടിയ അമരന്റെ വിജയകരമായ കേരള വിതരണ പങ്കാളിത്തത്തിനു ശേഷം ഗോകുലം മൂവീസിനായി ഗോകുലം ഗോപാലനാണ് തഗ് ലൈഫ് കേരളത്തിലെത്തിക്കുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് നല്ല പോലെ തന്നെ കണ്ടിരുന്നു പോകും. എന്നാൽ സെക്കൻഡ് ഹാഫ് വേണ്ടത്ര ഒരു യോജിപ്പ് ഉണ്ടായിരുന്നു എന്നതിൽ സംശയമാണ്. ഒരു ഗ്യാങ്സ്റ്റർ ടീം കമൽ ഹാസൻ ടീം തമ്മിൽ നടക്കുന്ന ഒരു സംഭവമാണ് സെക്കൻഡ് ഹാഫ്. തമിഴ് സിനിമയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായാണ് നായകൻ പരക്കെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 38 വർഷങ്ങൾക്ക് ശേഷം മണിരത്നവും കമൽഹാസനും വീണ്ടും ഒന്നിച്ചപ്പോൾ പ്രതീക്ഷകൾ വാനോളം ഉയർന്നു. തഗ് ലൈഫ് ഗ്യാങ്സ്റ്റർ വിഭാഗത്തിൽ പെടുന്നതിനാൽ താരതമ്യങ്ങൾ അനിവാര്യമായിരുന്നു. ആരാധകർ വളരെക്കാലമായി ഈ പുനഃസമാഗമത്തിനായി ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഫലം കാണുമ്പോൾ ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലതെന്ന് തോന്നാതിരിക്കാൻ കഴിയില്ല. അധികാരം, വഞ്ചന, ആഗ്രഹിക്കുന്നത് നേടാൻ ആളുകൾ എത്രത്തോളം സമയം ചെലവഴിക്കും എന്നതിനെക്കുറിച്ചുള്ള കഥയാണ് തഗ് ലൈഫ്. അഹങ്കാരം, പ്രതികാരം, സംശയം, ഭയം തുടങ്ങിയ വികാരങ്ങൾ കുടുംബബന്ധങ്ങളെയും ബന്ധങ്ങളെയും എങ്ങനെ തകർക്കുമെന്ന് ഇത് കാണിക്കുന്നു. നിയമങ്ങൾ ലംഘിക്കപ്പെടുകയും വിശ്വസ്തത മങ്ങുകയും ചെയ്യുമ്പോൾ നിയന്ത്രണത്തിനായുള്ള പോരാട്ടത്തിന് വലിയ വില നൽകേണ്ടിവരും. ആ അന്വേഷണത്തിൽ അക്രമത്തിന്റെ നിരർത്ഥക എടുത്തുകാണിക്കാനാണ് ചിത്രം ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ഇന്നത്തെ ഡൽഹിയും അതിന്റെ ഭൂതകാലവും തമ്മിലുള്ള വ്യത്യാസം വരച്ചുകാട്ടിക്കൊണ്ട് കമൽ സിംബുവിൽ പറയുന്ന സംഭാഷണം സിനിമയിലെ ഏറ്റവും ചിന്തനീയമായ നിമിഷങ്ങളിൽ ഒന്നാണ്. ഞാൻ കണ്ട അഭിപ്രായത്തിൽ 10-ൽ 7 റാങ്ക് ഞാൻ നൽകുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്.